Dear students, in this video I will be discussing the concept of island of stability. It deals with the stability of super heavy nuclei. So it tells you why certain super heavy nuclei are relatively stable compared to others. We know that the heaviest stable element is bismuth 83209. Okay, it has 83 protons and 126 neutrons in it. If you look at this number for the neutron shell configuration, this is a magic number and it explains the stability of the bismuth 83209 nuclei. Okay, it is the naturally occurring heaviest stable element, and all the nuclei above these numbers means the nuclei with the atomic number greater than 83 and mass number greater than 209 are usually unstable. Unstable in the sense these nuclei undergo radioactive decay such as alpha decay, beta decay or gamma decay, and they reach a stable configuration. Okay, so since they are undergoing decay or transformation of the nucleus, this lifetime of this nuclei, super heavy nuclei, is usually very short. Okay, now why these are unstable? These are unstable because when the atomic number increases beyond a level, okay, so the Coulomb repulsion between the protons, atomic number increase ചെയ്യാന്ന് പറഞ്ഞാൽ number of protons ന്യൂക്ലിയസിൽ അകത്തുള്ള number of protonsന്റെ എണ്ണമാണ് increase ചെയ്യുന്നത്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് തമ്മിലുള്ള ഒരു റിപ്പൽഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആസ് ദ ആറ്റമിക് നമ്പർ ഇൻക്രീസസ് ദ കൂളോം റിപ്പൽഷൻ വിൽ ഓൾസോ ഇൻക്രീസസ്. അപ്പം ഈ കൂളോം റിപ്പൽഷനെ ഓവർകം ചെയ്തിട്ട് ന്യൂക്ലിയർ ഫോഴ്സസ് ആണ് ഈ പാർട്ടിക്കിൾസിനെ, ന്യൂക്ലിയോൺസിനെ ന്യൂക്ലിയസിനകത്ത് കൺഫൈൻ ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, നൗ അത് നിങ്ങൾക്ക് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി കർവ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിൻ്റെ മുന്നത്തെ സെക്ഷനിൽ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി കർവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ കർവിൽ കാണിക്കുന്നുണ്ട് ആസ് ദ atomic number increases, the number of neutrons should increase in order to have stability. Okay, now ന്യൂട്രോണിൻ്റെ കേസിൽ ന്യൂട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആണ്. അവയ്ക്കിടയ്ക്ക് എന്തില്ല, കൂളം റിപ്പൽഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ചാർജ് ഇല്ലാത്തത് കൊണ്ട് അതിന് കൂളം റിപ്പൽഷൻ ഇല്ല. അപ്പോൾ ന്യൂട്രോണ് ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഓക്കെ, ഒരു 82 മാജിക് നമ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രോണിൻ്റെ അടുത്ത മാജിക് നമ്പർ എന്ന് പറഞ്ഞാൽ 126 ആണ്. ഓക്കെ, പക്ഷെ പ്രോട്ടോണിൻ്റെ കേസിൽ ഇതിന് ചെറിയൊരു ഡീവിയേഷൻ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. സോ പ്രോട്ടോൺസ്, സിൻസ് പ്രോട്ടോൺസ് ആർ ചാർജ്ഡ് പാർട്ടിക്കിൾ, വി ഹാവ് ടു ഓൾസോ കൺസിഡർ Coulomb interaction in addition to the nuclear forces between the nucleons. Okay, അപ്പോൾ പ്രോട്ടോൺസിൻ്റെ കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട അഡീഷണൽ ഒരു ഫാക്ടറിൻ്റെ Coulomb interaction. നേരത്തെ പറഞ്ഞതുപോലെ ആസ് ദ ആറ്റോമിക് നമ്പർ ഇൻക്രീസസ് ദ Coulomb interaction will also increase and it significantly affects the shell configuration of the protons. Okay, പ്രോട്ടോൺസിൻ്റെ ഷെൽ കോൺഫിഗറേഷൻ, അതായത് എനർജി ലെവലിൻ്റെ സ്പ്ലിറ്റിങ്ങിനെ ഈ Coulomb interaction സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സ്പ്ലിറ്റിങ്ങിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെൽ കോൺഫിഗറേഷൻ കുറച്ച് ഡീവിയേഷൻ വരും. ഓൺലി ഇൻ ദ കേസ് ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ, സോ അപ് ടു 82 പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എനർജി ഷെൽസ് തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. പക്ഷേ ബിയോണ്ട് 82 അറ്റോമിക് നമ്പർ കൂടിയ സൂപ്പർ ഹെവി ന്യൂക്ലിയസിന് പ്രോട്ടോണിൻ്റെ എനർജി ലെവൽ സ്പ്ലിറ്റിങ്ങിനൊക്കെ വ്യത്യാസം വരും. ഓക്കെ, ദ പ്രോട്ടോൺ ഷെൽ കോൺഫിഗറേഷൻ ചേഞ്ചസ് ഡ്യൂ ടു കൂളം ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഷെൽ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്ത മാജിക് നമ്പേഴ്സും കുറച്ച് സ്ലൈറ്റ്ലി മാറും ഇൻ ദ കേസ് ഓഫ് പ്രോട്ടോൺസ്. ന്യൂട്രോൺസിൻ്റെ കേസിൽ സെയിം ആയിരിക്കും, പക്ഷേ പ്രോട്ടോൺസിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസം കാണിക്കുന്ന ഒരു എഫക്റ്റാണിത്. ഓക്കെ, ഫോർ പ്രോട്ടോൺസ്
ആഫ്റ്റർ 82 മാജിക് നമ്പർ കഴിഞ്ഞ് അടുത്ത മാജിക് നമ്പർ എന്ന് പറയുന്നത് 114 ആണ്. ഓക്കെ, 114 is a magic number for the protons instead of 126. Okay, now ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, സോ കൺസിഡർ ദ ന്യൂക്ലിയസ് വിത്ത് ആറ്റോമിക് നമ്പർ 114, 114 ആൻഡ് ന്യൂട്രോൺ നമ്പർ 184. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ, സോ 114 is a magic number for protons അല്ല, ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ന്യൂട്രോണിൻ്റെ നമ്പറാണ് ഇത് 184. ഇത് ഒരു മാജിക് നമ്പറാണ് when we consider the neutron അല്ല, ന്യൂട്രോൺ ഷെൽസ്. അപ്പോൾ ഇത് രണ്ടും മാജിക് നമ്പറാണ്. സോ ഇറ്റ് ഇസ് കോൾഡ് ഡബ്ലി മാജിക് ന്യൂക്ലിയർ. ഓക്കെ, ഡബ്ലി മാജിക് ന്യൂക്ലിയർ, ഇത് രണ്ടും മാജിക് നമ്പർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു കോൺഫിഗറേഷൻ മാജിക് നമ്പർ ആയാൽ തന്നെ ആ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും അല്ല. അപ്പോൾ ഇവിടെ നമുക്കുള്ള ഒരു ന്യൂക്ലിയസിന്, ഇത്തരം ഒരു ന്യൂക്ലിയസിന് രണ്ടും ന്യൂട്രോണിൻ്റെ നമ്പറും പ്രോട്ടോണിൻ്റെ നമ്പറും മാജിക് നമ്പറാണ്. അപ്പോൾ ഇതെന്തായിരിക്കും, എക്സെപ്ഷണലി സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ ശ്രദ്ധിച്ചാലറിയാം, ഈ ന്യൂക്ലിയർ എന്ന് പറയുന്നത് 83 ആറ്റമിക് നമ്പറിന് മേലെയും അതുപോലെ തന്നെ മാസ് നമ്പർ 209 മേലെയും വരുന്ന ന്യൂക്ലിയാണ്. അപ്പോൾ ആ ന്യൂക്ലിയർ സാധാരണ അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ആണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഡബ്ലി മാജിക് നമ്പർ വരുന്ന ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട്, ഈവൻ ദോ ഇതൊരു സൂപ്പർ ഹെവി ന്യൂക്ലിയസ് ആണെങ്കിൽ പോലും ഇത് എക്സെപ്ഷണലി സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ അതിൻ്റെ ലൈഫ് ടൈം വളരെ കൂടുതലായിരിക്കും. ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ് ഇതിൻ്റെ ലൈഫ് ടൈമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത്. ലാബിൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഒരു വളരെ കൂടിയ ഇയേഴ്സൊക്കെയാണ്, മില്യൺസ് ഓഫ് ഇയേഴ്സൊക്കെയാണ് ഇതിൻ്റെ ലൈഫ് ടൈമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം മാജിക് ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്ന ന്യൂക്ലിയസും ഒരു റിലേറ്റീവ് സ്റ്റെബിലിറ്റി കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതിനോട് അടുത്ത് കിടക്കുന്ന ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ നമ്പർ ഇതിനോടടുത്ത് ഇപ്പോൾ 112 അല്ലെങ്കിൽ 113 എന്നൊക്കെ ഇതിനോടടുത്ത് കിടക്കുന്ന ന്യൂക്ലിയസ് ആണ്. അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെ നമ്പർ 175 അല്ലെങ്കിൽ 180 എന്നൊക്കെ പറയുന്നത് ഇതിനോട് അടുത്ത് കിടക്കുന്ന ന്യൂക്ലിയാണ്. അപ്പോൾ ഈ ന്യൂക്ലിയസും അതിനോട് അടുത്ത് കിടക്കുന്ന ന്യൂക്ലിയസും റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, സോ ദേ ഫോം ആൻ ഐലൻഡ് ഓഫ് സ്റ്റെബിലിറ്റി. ഓക്കെ, ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ന്യൂക്ലിയർ എക്സെപ്ഷണലി സ്റ്റേബിൾ, ഹൈലി സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ അതിനോട് അടുത്ത് കിടക്കുന്നത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സൂപ്പർ ഹെവി ന്യൂക്ലിയസ് ഓൾമോസ്റ്റ് എല്ലാം അൺസ്റ്റേബിൾ ആണ്. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു റീജിയൻ, ഓക്കെ, ആൻ ഐലൻഡ്, അതാണ് ഐലൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു പോർഷൻ, അതായത് ഈ ന്യൂക്ലിയം അതിനോടടുത്തുള്ള ന്യൂക്ലിയസും റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയ ആണ്. ഓക്കെ, ഇതാണ് ഐലൻഡ് ഓഫ് സ്റ്റെബിലിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കത് പിക്ചോറിയലി റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഈ ബ്ലൂ കർവ് അല്ലെങ്കിൽ ബ്ലൂ സർക്കിൾ കാണിച്ചിരിക്കുന്നതാണ് എല്ലാ ന്യൂക്ലിയസിൻ്റെയും ഒരു സൂ ആണ് ഈ ബ്ലൂ കർവ് കാണിക്കുന്നത്. ഓക്കെ, ആ ബ്ലൂ കർവിൽ ഒരു പോർഷൻ, ഓക്കെ, ഈ ബ്ലൂ കളേർഡ് ആയിട്ടുള്ള പോർഷൻ, ഇത് എൻ്റയർ സർക്കിള് എൻ്റയർ ന്യൂക്ലിയസ് ആണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ന്യൂക്ലിയസും കാണിക്കുന്നതാണ് ഈ വലിയ സർക്കിള്. അതിൽ ബ്ലൂ ഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയൻ ആണ് എന്ത്, ആറ്റോമിക് നമ്പർ 83 മാസ് നമ്പർ 209 മേലെയുള്ള ന്യൂക്ലിയസ്, ഈ ബ്ലൂ കളേർഡ്. അപ്പോൾ നമുക്കറിയാം ഈ ന്യൂക്ലിയസ് സാധാരണ അൺസ്റ്റേബിൾ ന്യൂക്ലിയാണ്. They undergo radioactive decay and have a shorter lifetime അല്ലേ, യൂഷ്വലി അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിന് താഴെയുള്ള ന്യൂക്ലിയസ് ആറ്റോമിക് നമ്പർ 83 ലെസ് ദാൻ ഓർ ഈക്വൽ അല്ലെങ്കിൽ മാസ് നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 209 ആണെങ്കിൽ ദേ ആർ കൺസിഡർഡ് ടു ബി സ്റ്റേബിൾ ന്യൂക്ലിയർ. സാധാരണ നമ്മൾ ലൈഫ് ടൈം കൂടിയ, ബൈൻഡിങ് എനർജി ഒക്കെ കൂടിയ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷനുള്ള ന്യൂക്ലിയർ ആയിരിക്കും. ഓക്കെ, നൗ ഈ അൺസ്റ്റേബിൾ ന്യൂക്ലിയർ, ഈ ബ്ലൂ കളേർഡിലൊക്കെ അൺസ്റ്റേബിൾ ആയിരുന്നു. പക്ഷേ അതിൽ ഒരു ചെറിയ പോർഷൻ, ഈ ഒരു ന്യൂക്ലിയർ വിത്ത് ആറ്റോമിക് നമ്പർ 114 ആൻഡ് ന്യൂട്രോൺ നമ്പർ 184 എക്സെപ്ഷണലി സ്റ്റേബിൾ ആണ്. ഓക്കെ, അതിന് കാരണം ഈ രണ്ട് നമ്പേഴ്സും മാജിക് നമ്പർ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ ആറ്റോമിക് നമ്പർ 114 എന്തുകൊണ്ട്
മാജിക് നമ്പർ ആയി എന്നുള്ളത് കൂടി സൂചിപ്പിക്കണം. ഓക്കെ, അത് വരുന്നത് കൂളം റിപ്പൽഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്രോട്ടോണിൻ്റെ എനർജി ഷെൽസിന് കോൺഫിഗറേഷന് ബാധിക്കുന്നുണ്ട്. ഇപ്പം എനർജി ലെവൽ സ്പ്ലിറ്റിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അപ്പം സാധാരണ 126 ആണ് വരേണ്ടത്, പക്ഷേ കൂളം റിപ്പൽഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് 114 ആയിട്ട് മാറും ഇൻ ദ കേസ് ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയർ എക്സെപ്ഷണലി സ്റ്റേബിൾ ആണ്. പ്ലസ് അതിൻ്റെ കൂടെ ഈ ന്യൂക്ലിയസിന് അടുത്ത് കിടക്കുന്ന ന്യൂക്ലിയസും റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കും മറ്റുള്ള ന്യൂക്ലിയസ്. ഈ അൺസ്റ്റേബിൾ ന്യൂക്ലിയസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു റീജിയൻ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സീയിൽ ചെറിയൊരു പോർഷൻ, ഈ റെഡ് കളർ പോർഷൻ ഒരു ഐലൻഡാണ്, ഐലൻഡ് ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയും. ഓക്കെ.